സർട്ടിഫിക്കറ്റ് കേട്ടോ. NDA സർട്ടിഫിക്കറ്റ് ഇതുപോലെ ഉണ്ട്. അത് ശരിക്ക് ഇതിന്റെ മോളെ കൂട്ടിയ വായി നോക്കുമല്ലോ. വായി നോക്കി കേട്ടോ, വായി നോക്കി കേട്ടോ, വായി നോക്കി സുബ്രഹ്മണ്യൻ വായി നോക്കി. ഇന്നലെ പെണ്ണുങ്ങള് ഊഞ്ഞാക്കം പറയുന്നത് പാസ്സായിരുന്നു കേട്ടോ. NDA മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കണ്ടോടാ സർട്ടിഫിക്കറ്റ്. നീ എന്താ വിചാരിച്ചത്? നീ തോന്നിയാ നീ ആരാണ് ഞാൻ എഴുതി തയ്ക്കാന്? നീ ആരാ തയ്ക്കാൻ? നീ ആരാടാ? നിങ്ങൾ എല്ലാ വർഷത്തെയും മാർക്ക് കേട്ടോ, കേട്ടോ, എല്ലാ വർഷത്തെയും മാർക്ക് കേട്ടോ. നിന്റെ മോളെ പോലാണോ വിചാരിച്ചോ? നിന്റെ മോളെ പോലെ വായി നോക്കി നടക്കുമോ വിചാരിച്ചോ? വായി നോക്കി നിന്നെ പോലെ വായി നോക്കി മാസ്കും വെച്ച് വായി നോക്കുമോ വിചാരിച്ചോ? അല്ലെ വൃന്ദയെ പോലെ എന്നുള്ള മോനെ പോലെ മാസ്കും വെച്ച് അവനെ മോനെ കൂടെ മറ്റേ പരിപാടി തരുമോ വിചാരിച്ചോ? വേണ്ട, മറ്റേ പരിപാടി തന്നിട്ടോ വിചാരിച്ചോ? ഇതെന്ത് വിചാരിക്കുന്നത്? ഇതിനെ കുറിച്ച് തോന്നിയാലും പറഞ്ഞുണ്ടാക്കുന്നോ? കണ്ടില്ലല്ലോ കമ്പ്യൂട്ടർ ടെക്നോളജി പഠിച്ചത്. വായി നോക്കി നടക്കുമായിരുന്നോ നിന്നെ പോലെ? വായി നോക്കി വേണ്ട, വായി നോക്കി സുബ്രഹ്മണ്യനും വായി നോക്കി വൃന്ദയെന്ന് പറയുന്നതൊക്കെ വേണം. കണ്ടില്ലല്ലോ ഇത് കണ്ടില്ലല്ലോ സർട്ടിഫിക്കറ്റ് ഓഫ് എൻറോൾമെന്റ്. എവിടെയാണ് നോക്കരുത്? രാജമ്മയ്ക്കാണോ നോക്കരുത്? നീ ആരാ ഈ രാജമ്മ? എന്നെ കുറിച്ച് അതൊരു പറയാം. നീ ആരാ? നീ രവീന്ദ്രന്റെ പോലെ കൊണ്ട് കേട്ട് തന്നില്ലേ ഇപ്പൊ എഡിറ്റിംഗ് അടിക്കുന്നു മറ്റേ അടിക്കുന്നത്? നീ അതേക്കുറിച്ചാണ് പറയാത്തത്. നിനക്ക് അറിയണ്ടാക്കി എന്നെ ജോലി. നീ നിന്റെ ഭർത്താവിനെ കൊണ്ട് വാങ്ങി ജോലി. ആ പാമ്പറ്റ് പോയിനെ കൊണ്ട് പെണ്ണുങ്ങളുടെ കൂടെ വന്നത് കണ്ടോ? ഞാൻ എൻറോൾ ചെയ്ത വർഷമാണ് കേട്ടോ. കണ്ടല്ലോ മനസ്സിലായി. 93 10th പാസ് ഔട്ടായി, 95 LLB പാസ് ഔട്ടായി, 2001 LLB 5 year കോഴ്സ് LLB പാസ് ഔട്ടായി, 2001 ഇത് എൻറോൾമെന്റ് കിട്ടി 22/11/2001 കേട്ടോ. എന്തോ വിചാരിക്കുന്നേ? നിന്നോട് പങ്കെടുക്കുമല്ലായിരുന്നു കേട്ടോ ഈ രാജമ്മേ. നിന്നോട്ട് നിന്റെ ജോലി അതൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്ത് വരച്ചിങ്ങനെ നടക്കുമല്ലായിരുന്നു കേട്ടോ. കണ്ടവർ ബിസി ആയാലും കണ്ടവർ ആൻറ്റിയാസ് പറയാനും നടക്കുമല്ലായിരുന്നു കേട്ടോ രാജമ്മേ. നീ ഹബീബിന്റെ കടയിലേക്ക് ഒത്തിരി എഡ്യൂക്കേഷൻ ആവുന്നതാണ് ഒത്തിരി. ഇതുകൊണ്ട് കടകളൊക്കെ കണ്ടോളാം. ഒത്തിരി ഹബീബിന്റെ കടയിൽ നീ കേൾപ്പില്ലായിരുന്നു. നമ്മളെ ഹബീബിനെ അങ്ങനെ നീ അതിന് വളവരുത്തിക്കോ? നീ ചെറിയതെല്ലാം ഓരോ വളവരുത്തിക്കോ? നീ അത് നടക്കില്ല കണ്ടവരെല്ലാം. നീ എന്ത് പഠിക്കാൻ നടക്കില്ല കണ്ടവരെല്ലാം കയറി ഒത്തിരി താമസിച്ച ആളുകൾ ഒന്നും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ ഒഴിഞ്ഞിട്ടാണ് അവസാനം സെക്യൂരി കയറി ഒഴിഞ്ഞിട്ടും അവസാനം ബഹളം വെച്ച് ഡിസ്ചാർജ് അടിച്ചിട്ട് വാങ്ങിച്ചു പോയി. ഡിസ്ചാർജ് വാങ്ങിച്ച് പോയില്ലായിരുന്നു. നീ അവർക്ക് വെച്ചിട്ട് കൊല്ലാൻ നോക്കി നടക്കുന്ന ഒന്ന് കൊണ്ടുപോകാനായിരുന്നു നിന്റെ പ്ലാൻ. നീ നിന്റെ ഗ്രഹം കൊണ്ടുപോയി അന്ന് തന്നെ നീ ആളെ കൊണ്ട് തലയ്ക്കൊക്കെ അടിപ്പിച്ച് നീ അത് കലക്കി കൊടുത്ത് തലയ്ക്ക് അടിപ്പിച്ച് തിരിച്ചന്ന് തന്നെ നീ അടുത്ത രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നേരെ അവിടെ കൊണ്ടിപ്പോയി. കൊലപാതകം നിന്റെ ആദ്യത്തെ ഭർത്താവ് തരും 10 മാസം കൊണ്ട് നീ കൊന്ന നിന്റെ ഭർത്താവ് തരും. നിന്റെ കൊച്ചൻ തരിക ആ കൊച്ച് നിന്റെ രക്ഷപ്പെട്ട് പോകായിരുന്നു. ദൈവം അവളെ എന്തായാലും വേറെ ഏതോ നല്ല അമ്മയ്ക്ക് വർദ്ധിച്ചു. നിന്റെയൊക്കെ കൊച്ചായിട്ട് ജീവിക്കേണ്ടി വന്നാണല്ലോ ഈ ഗതികേട്. നീ എവിടെ ആയിരിക്കും പുഴുത്ത നാളി പുഴുത്ത് നാളി ഈ പുഴുത്തെ ചാപ്പുള്ളത് നീ പുഴുത്ത് നാളും നീ കേട്ടോ. നീ അത്ര പിശാചിനിയാണ്. നിന്നെക്കൊണ്ട് പിശാചിനി വേറെ കാണാൻ കിട്ടത്തില്ല. നീ മനുഷ്യനെ കമ്മ്യൂണിറ്റിയായിട്ട് കാണുന്നതല്ലോ നീ. നീ എന്തൊക്കെ സുഖം എടുക്കരുത് കേട്ടോ. നീ ആരാ ഇവിടെ പേരിൽ അവകാശം പറയാം? നിന്റെ ആരാ സുബ്രഹ്മണ്യൻ? നിന്നെ കേൾക്കുന്ന സുബ്രഹ്മണ്യനും എല്ലാവരും കൂടെ പ്രധാനമന്ത്രി സോമരാജൻ തന്നെ ഇതിന്റെ കേൾക്കുന്ന പെർഫോമാക്കും. നീ നിന്റെ ആരായിരുന്നത്? നിങ്ങളുടെ പേര് ഭരിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ എന്റെ സ്വത്തുമൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടി വിചാരിച്ചു പോയി. എന്നിട്ട് നീ ഉദ്ദേശം പോയി. നീ എല്ലാവരെ കുറിച്ചും രവീന്ദ്രന്റെ മോനെ കുറിച്ച് കച്ചറിയിൽ ഈ കച്ചറിയിൽ ഓരോക്കെ അടിച്ച് നടക്കുമോ പറഞ്ഞില്ലോ ഈ ആളുകളെ കൊണ്ട്. നീ ആരെ കൊണ്ടായി പറയാത്തത്? നിങ്ങൾക്ക് പോയി അറിയണ്ട. നീ ഞാൻ നടക്കുമല്ലോ കാര്യം. നിന്റെ ഫോണൊക്കെ എന്താ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? 8554 മറന്നുപോയോ നമ്പർ? 8547419107 8547459107 നമ്പറാണ്. വിളിച്ച് നോക്കി കഴി ഓഫ് ചെയ്ത് നടക്കരുത്. എവിടേക്കോ കട്ട് പാത്ത് കയറി ഇരിക്കുന്നത്. എവിടെയോ 10 പാത്ത് കയറി ഇരിപ്പുണ്ട് കള്ളി.
പിന്നെ നീ വിളിച്ച് ഇവിടെ കേൾക്കാത്ത ആണുങ്ങളില്ലായിരുന്നല്ലോ. എന്റെ അമ്മയോട് വിളിക്കുന്നത് ഒരാണുങ്ങളെ ഇവിടെ വിളിച്ച് വരുന്നത്, നീ ഒത്തിരി ആണുങ്ങളെ വിളിച്ച് കേൾക്കുമായിരുന്നല്ലോ. നിനക്ക് ആണുങ്ങളെ വിളിച്ച് കേൾക്കാറുണ്ടോ ജോലി? ഏടി ഞാൻ അമ്മയെക്കുറിച്ച് ഒത്തിരി കഥ, നീ ഒത്തിരി കുറ്റം പറഞ്ഞു. നിനക്ക് എന്റെ അമ്മയ്ക്ക് 1 മീറ്റർ തുണി വാങ്ങിച്ചു തരാം, വലിയ ബ്ലൗസ് തയ്ക്കാനെന്നും, പിന്നെ എന്റെ അമ്മയുടെ കീഴത്തോട് തൂങ്ങി കിടക്കുന്നതും, നിന്റെ ഭാഷകളൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നീ ഒത്തിരി ഭാഷകളൊക്കെ പറഞ്ഞായിരുന്നു. നിന്റെ എപ്പോഴും തൂങ്ങി കിടക്കുന്നതുകൊണ്ട് നീ വേറെ അവിടെയും തൂങ്ങി കിടക്കണം കേട്ടോ. നീ ഒത്തിരി തൂക്കുന്നതാണ്. നീ മറ്റുള്ളവരെ ഏത് പ്രായമായിരുന്നത് നിന്റെല്ലാം നീ തിരക്കി നടക്കും. നിനക്ക് എന്താ ഇവിടെ തിരക്കേണ്ട രോഗം നേരിട്ടത്? നീ വേറൊരാളോട് നീ എന്തോ ഇത്രയൊക്കെ തിരക്കി നടക്കുന്ന രോഗങ്ങളൊക്കെ നിനക്ക് വലിയ സാമർത്ഥ്യം ഉണ്ടോ? നീ സാമർത്ഥ്യം നിന്റെ കയ്യിലിരുന്നാൽ മതി കേട്ടോ. നിന്റെ സാമർത്ഥ്യമൊന്നും നീ ഇങ്ങനെ വിളിക്കരുത് കൂടുതൽ. നിന്റെ സാമർത്ഥ്യമൊന്നും നീ കള്ളിയിട്ട് എവിടെ കണ്ടിരുന്നു?